ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നിന്തിരുമാർവിൽ ചാരുമ്പോഴല്ലാതാശ്വസിക്കുമോ, ആശ്വസിക്കുമോ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നീയേതം തുടരുന്നു മണ്ണിൽ. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നീയേതം തുടരുന്നു മണ്ണിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഈ കാലങ്ങളിൽ പലരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കാണ് എനിക്കാരുമില്ല എന്നത്. മാതാപിതാക്കൾ പലരും ഈ നെടുവീർപ്പിലാണ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന തലമുറകൾ വർദ്ധിച്ചു വരികയാണ്. സ്വന്തം വീടും അധ്വാന ഫലങ്ങളും വിട്ടൊഴിഞ്ഞ് വൃദ്ധസദനങ്ങളിൽ തോരാത്ത കണ്ണീരുമായി എത്തിച്ചേരുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെയൊരു തലമുറ ഉണ്ടാകും എന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യമാണ്. 1 തിമോത്തിയോസ് 3:1 മുതൽ ഇത് വിവരിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും രവിയാഗിരികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, ഇങ്ങനെ ഒരു നീണ്ട പട്ടിക വിവരിക്കുന്നുണ്ട്. അനേകരും വിലപിക്കുകയാണ് എനിക്കാരുമില്ല എന്ന്. തിരുവെഴുത്തിൽ ഇതുപോലെ പറഞ്ഞ ഒരു വ്യക്തിയെ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് ആരുമില്ലാത്തവരോട് കൂടെയിരിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തി അത് ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ 38 വർഷം രോഗം ബാധിച്ച ഒരു മനുഷ്യൻ യേശുവിനോട് പറയുകയാണ് എനിക്കാരുമില്ല. ബെഥസ്ദാ കുളത്തിൽ ഏത് രോഗം പിടിച്ച വ്യക്തിയായാലും ദൂതൻ വെള്ളം കലക്കുമ്പോൾ മുമ്പേ ആരിറങ്ങുന്നുവോ അവർക്ക് സൗഖ്യം നിശ്ചയമാണ്. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ യേശു എന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. അപ്പോൾ രോഗി കൊടുത്ത മറുപടിയാണ് എന്നെ കുളത്തിലാക്കുവാൻ ആരും എനിക്കില്ല. യേശു അവനെ കുളത്തിലിറക്കി വിട്ടു. സൗഖ്യം പ്രാപിപ്പാൻ തുനിയാതെ ഒറ്റ വാക്ക് പ്രസ്താവിച്ചു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന്. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി തൻ്റെ കിടക്കയെടുത്ത് നടന്നു. പ്രിയ സ്നേഹിത, നിൻ്റെ അവസ്ഥ എങ്ങനെയുള്ളത്? ഒരുപക്ഷെ സ്വന്തം കുടുംബക്കാരോ മക്കളോ ഭാര്യയോ ഭർത്താവോ സമൂഹമോ ഒക്കെ നിന്നെ വെറുത്താലും സ്നേഹിക്കുന്നൊരു വ്യക്തിയുണ്ട്. അത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ ലോകത്തിലേക്ക് മനുഷ്യാവതാരമെടുത്ത സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:18. അതുപോലെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഉഴലുന്ന വ്യക്തിയാണെങ്കിൽ യേശു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മാത്രമല്ല യേശു പറഞ്ഞ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് വാക്ക് തന്നിട്ടുണ്ട്. ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുകയും സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ സന്തോഷിക്കുകയും നമ്മോട് കൂടെ ഇരിക്കുവാനും ദൈവപുത്രനായ യേശുവിന് സമ്മതമാണ്. പ്രിയ സ്നേഹിത, നിൻ്റെ പ്രശ്നം എന്തു തന്നെയായാലും നിങ്ങളൊരു പക്ഷേ കൊടുംപാപിയാണ് എന്ന് ലോകം വിധി കൽപ്പിച്ചാലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നിങ്ങളെ പാവങ്ങളെ ക്ഷമിച്ച് തരുവാൻ യോഗ്യനായ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ള അവസ്ഥ യേശുവിനോട് പറയുക. ഞാനൊരു പാപിയാണെന്ന് ദൈവത്തോട് സമ്മതിക്കുകയും പാപക്ഷമയ്ക്ക് വേണ്ടി യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുക. യെശയ്യാ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ കടിച്ചുമുപ്പായിരുന്നാലും
ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെയായിത്തീരും. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി യേശു കാൽവറിയിൽ ക്രൂശിൽ യാഗമായി ആ യേശുവിൻ്റെ രക്തത്തിലൂടെ പാപികൾക്ക് മോചനമുണ്ട്, രോഗിക്ക് സൗഖ്യമുണ്ട്. അനാഥർക്ക് ന്യായപാലനം, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർക്ക് ആശ്വാസമായി പ്രായപ്പാനമായി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. രക്ഷിപ്പാൻ കഴിയാതോളം യേശുവിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാതിരിപ്പാൻ കൊള്ളം യേശുവിൻ്റെ ചെവി മന്ദമായിട്ട് പോയിട്ടുമില്ല. യേശുവിനോട് വിളിച്ചപേക്ഷിക്കുക, പാപക്ഷമയും പ്രശ്നപരിഹാരവും കണ്ടെത്തുക. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ലോകം ശാശ്വതമല്ല. ഈ ലോകം നമുക്ക് സന്തോഷവും സമാധാനം നൽകി തരത്തില്ല. എന്നാൽ ഇതെല്ലാം പ്രാപിപ്പാൻ തക്കണം ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് തരുവാൻ തക്കണം യോഗ്യനായവൻ ഏക വ്യക്തി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആകയാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം യേശുവിൽ വിശ്വസിച്ച് മുന്നേറുക. പ്രതികൂലമായതിനെയൊക്കെ അനുകൂലമാക്കി തരുവാൻ തക്കണം സർവശക്തൻ വിശ്വസ്തനാണ്. ആകയാൽ നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ആകയാൽ ആ ദൈവത്തോടും മനുഷ്യനോടുമുള്ള അകൽച്ച മാറ്റിക്കൊടുത്ത് ഒന്നിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവ് കാൽവറിയിൽ നടത്തിയത്. ആകയാൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.